അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത് ശരിയല്ലെന്ന് പറയാം. പക്ഷെ ചില കാര്യം പറയാതെ വയ്യ. കൊടുവള്ളി നഗരസഭയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഫൈസൽ കാരാട്ട് എന്ന വ്യക്തിയുടെ പേര് കണ്ടു. ഇദ്ദേഹം കഴിഞ്ഞ തവണ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച് LDF-നെതിരെ മത്സരിച്ച് LDF-നും UDF-നെയും പരാജയപ്പെടുത്തി ജയിച്ച ആളാണ്. പക്ഷെ ആ വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് 0 ആയിരുന്നു. അപ്പം ഞങ്ങളുടെ സംശയം, ഫൈസൽ കാരാട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണോ? അല്ലേ? ആണോ? ആണെങ്കിൽ ഒന്ന് വ്യക്തമാക്കണം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗമാണ്, അല്ലെങ്കിൽ ഒരു നേതാവാണ്, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ നേതാവായി അംഗീകരിച്ചു എന്ന് ജില്ലാ നേതൃത്വം പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല കഥകൾ കൂടി പറയാതെ വയ്യല്ലോ. അതായത് 0 വോട്ട് കിട്ടിയപ്പോൾ ആ ബ്രാഞ്ച് കമ്മിറ്റിയെ പിരിച്ചുവിട്ടതാണ് CPM ജില്ലാ നേതൃത്വം. അപ്പോൾ ആ ബ്രാഞ്ച് കമ്മിറ്റിയേക്കാൾ വലിയ ആളായി ഫൈസൽ കാരാട്ടിനെ കാണാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? AKGയുടെയും കൃഷ്ണപിള്ളയുടെയും നായനാരുടെയും കോഴിക്കോട്ടാണെങ്കിൽ കേടുകെട്ട് നടക്കുന്ന ഈ പാർട്ടിക്ക് ഇത്ര ദയനീയത വന്നോ? ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങളായി കോഴിക്കോട്ടെ കോൺഗ്രസ് പറയുന്നുണ്ട്, CPM-നകത്തുള്ള ഒരുപാട് നല്ല പാർട്ടിക്കാർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. സത്യസന്ധരായ നിസ്വാർത്ഥരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പ്രവർത്തകർ ആ പാർട്ടിയിലുണ്ട്. പക്ഷെ ആ പാർട്ടി ചില നവകോടീശ്വരന്മാരും നവമുതലാളിമാരും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് ഈ നഗരസഭയിൽ ഉൾപ്പെടെ കേരളത്തിലെ ഭരണത്തിലുൾപ്പെടെ CPM നേതൃത്വം നൽകുന്ന എല്ലാ ലോക്കൽ ബോഡി ഭരണത്തിലും ഇത്തരം നവകോടീശ്വരന്മാരുടെയും നവമുതലാളിമാരുടെയും ഇടപെടലുകൾ കാണാം. ബ്രാഞ്ച് സെക്രട്ടറിക്കും ലോക്കൽ സെക്രട്ടറി പോലും പോവാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ സ്വതന്ത്രമായി ഇടപെടാൻ സാധിക്കാത്ത CPM-ന്റെ ജില്ലാ ഓഫീസിൻ്റെ ഇടങ്ങൾ ഇപ്പോൾ ഫൈസൽ കാരാട്ട് പോലുള്ള നാടുകളുടെ അവരുടെയൊക്കെ പ്രത്യേകിച്ച് അലയുന്ന ഇടങ്ങളായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ വിലസുന്ന ഇടങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോഴിക്കോട് ജില്ലയിൽ അതിൻ്റെ മുഖം മാറിയിരിക്കുന്നു, പാർട്ടിയുടെ നിറം മങ്ങിയിരിക്കുന്നു, പാർട്ടി അധപതിച്ചിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, UDF പ്രഖ്യാപിക്കുന്നത്. അന്നും ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളുടെ പാനൽ നയിക്കുന്നത് PN നിയാസ് ആണ്, KP ജനറൽ സെക്രട്ടറി. പക്ഷെ മേയർ സ്ഥാനാർത്ഥി UDF പ്രഖ്യാപിക്കും. ബൈജു കാളക്കണ്ടി എന്നൊരു